ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആൻറ്റിക് ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞൊരു ബോട്ടിലാണ് കേട്ടോ. ഞാനിവിടെ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലേ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ക്ലേ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ രണ്ട് കളറും കൂടി മിക്സ് ചെയ്തെടുക്കണം, എന്നാലാണ് ഇത് എയറിൽ ഡ്രൈ ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്ലേ കയ്യിലൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പൗഡറും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് കയ്യിലൊന്നും ഒട്ടാതെ കിട്ടും. എന്നിട്ട് നന്നായി രണ്ട് കളറും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മളിത് ഇതുപോലത്തെ ഒരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒരു കാർഡ്ബോർഡിൽ ഈ ഫ്ലവർ ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേപോലെ ഒന്ന് സിസേഴ്സോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ബ്ലേഡൊക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് മാത്രം ഞാനിത് യൂസ് ചെയ്തതാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കട്ടർ ഇല്ലെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഫ്ലവർ കട്ട് ചെയ്തെടുത്ത ഫ്ലവർ നമുക്കിത് ഈ പെയിൻറ്റ് ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഈ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ മേലെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് എടുത്തിട്ട് ഇതിൻ്റെ അടപ്പിൻ്റെ മേലൊന്ന് വെച്ച് കൊടുക്കുക. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മൾ കുഞ്ഞ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു എന്തെങ്കിലും ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒന്ന് കുഞ്ഞൊരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിതാ ഈ ബോട്ടിലിൻ്റെ അടിഭാഗത്ത് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ കുഞ്ഞൊരു നല്ലൊരു ബോട്ടിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ആൻറ്റിക് ബോട്ടിലാക്കി എടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളർ എടുക്കുകയാണ്. ഇതാ ഫുള്ളായിട്ട് ഈ ബോട്ടിലൊന്ന് ബ്ലാക്ക് കളർ കൊടുക്കുക. ഇത് ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിന് ഗോൾഡൻ കളർ കൊടുക്കുന്നുണ്ട്, എന്നാലാണ് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഫുള്ളായിട്ട് ലൈറ്റായിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് ഗോൾഡൻ കളർ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാർണിഷാണ്. ഒരു ഫൈനൽ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാനിവിടെ കുറച്ച് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ചിട്ടുള്ള ആൻറ്റിക് ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, അസ്സലാമു അലൈക്കും. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. ഹാപ്പി ക്രാഫ്റ്റിംഗ്.